ഹായ് എവരിവൺ. ഇന്ന് നമ്മുടെ കൂടെ അഭിനവ് ലാലാണ് ഉള്ളത്. IIT ജാം 2025 ഫിസിക്സ് എക്സാം 670ാമത്തെ റാങ്കോട് കൂടിയിട്ടാണ് അഭിനവ് ലാല് ക്രാക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ഏകദേശം ഒരു 33 മാർക്കിന് മേലെ എന്തായാലും നേടിയിട്ടുണ്ട് അഭിനവ് ലാൽ. അതുകൊണ്ടാണ് ഈ ഒരു റാങ്കിലേക്ക് സെക്യൂർ ആയിട്ട് എത്താനും കാരണം. അപ്പൊ ആദ്യം തന്നെ അഭിനവിനോട് ചോദിക്കാനുള്ളത്, IIT ജാം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? യെസ് മാം. എനിക്ക് ശരിക്കും IIT എക്സാം എഴുതാൻ പോകുമ്പോൾ അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ നേരത്തെ മോക്കുകളൊക്കെ എഴുതുന്ന സമയത്തായിരുന്നു മിക്കവാറും. പിന്നെ ക്ലാസ്സിന്റെ എന്തെങ്കിലുമൊക്കെ ഇത് കഴിഞ്ഞപ്പോൾ രാത്രി എഴുതുന്നു. അതുകൊണ്ട് ഉച്ചയ്ക്ക് പറയുന്ന ക്ഷീണം അത്ര വലുതായിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന്റെ തലേദിവസം തുടങ്ങാൻ എക്സാമിന്റെ തലേദിവസം പ്രവാസ ഒരു ലൈവ് സെക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് സാറ് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഫിഡൻസ് ഒരിച്ചിരി കൂടി കൂടി, ആ ടെൻഷൻ ഒരിച്ചിരി കുറഞ്ഞു. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസത്തിനകത്ത് ആ ഫ്ലക്സ് കണ്ടുപിടിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. അപ്പോ ആ ക്വസ്റ്റ്യൻ എനിക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടി. ഏകദേശം ഒരു 3-4 സെക്കൻഡുകൾ എടുത്തുള്ളൂ. അപ്പൊ ഞാൻ ഓർത്ത് ഇനി വരുന്ന ക്വസ്റ്റ്യനുകളും അതുപോലെ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചു. രണ്ടാമത്തെ ചോദ്യം ഒന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ഈ മൾട്ടിപ്പിൾ ചോയ്സിനകത്ത് അത്യാവശ്യം കുറച്ച് കഷ്ടമായിരുന്നു. ആദ്യം എളുപ്പമായിരുന്നു, പിന്നെ വന്നപ്പോൾ കഷ്ടമായി തോന്നി. പിന്നെ മൾട്ടിപ്പിൾ സെലക്ടഡും കുറച്ച് കഷ്ടം തന്നെയായിരുന്നു. ന്യൂമറിക് ആൻസർ ടൈപ്പ് ആണ് എനിക്ക് അത്യാവശ്യം കുറച്ച് നല്ല എളുപ്പമായിട്ട് തോന്നുന്നത്. ഓക്കെ ഓക്കെ. ഞാനത് മെയിൻ ആയിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എക്സാം എന്താ എളുപ്പം ചോദിക്കാൻ കാരണം, അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് എന്താ ചോദിക്കാൻ കാരണം വെച്ചാൽ, അഭിനവ് ലാല് ഏകദേശം ഇപ്പൊ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ഓൺ ഗോയിങ് സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഒരു IIT എന്നൊരു ആ, ജാം എക്സാം ക്രാക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ത്രൂ ഔട്ട് സെമസ്റ്ററുകൾ, അതുപോലെ തന്നെ ലാബ് എക്സാം, പ്രൊജക്ട്, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അതിന്റെ കൂട്ടത്തിൽ ഇതും പഠിക്കണം. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതുകൊണ്ട് ആദ്യം ചോദിച്ചത് തന്നെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോ ആ ഒരു എക്സ്പീരിയൻസ്, അതായത് നമ്മളുടെ കോളേജ് ലൈഫും ഈ ജാം എന്നൊരു ക്രൈറ്റീരിയയും തമ്മിൽ എങ്ങനെ ഒപ്പം കൊണ്ടുപോയത്? ആദ്യം എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ ട്രിസ്സിൽ ചേരുന്നത് ഒരു കഴിഞ്ഞ ഓഗസ്റ്റിനാണ്. അപ്പോ ഞാൻ ആദ്യമൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സ്വന്തം പ്രിപ്പയർ ചെയ്യാന്ന് തന്നെ വിചാരിച്ചത്. കാരണം ഏഹ്, അത്യാവശ്യം ചെറുതായിട്ടൊക്കെ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ സിലബസ് ഒക്കെ കവർ ചെയ്ത് പോവാന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ പിന്നെ ഇപ്പം ലേശം ടെൻഷൻ കൂടി വന്നു. കാരണം ഈ എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് കഴിയുമോ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ട്രിസ്സിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അപ്പോ ചേർന്ന് കഴിഞ്ഞപ്പോ ട്രിസ്സിലെ വീഡിയോ കാർഡാണ് ശരിക്കും എടുത്തു പറയേണ്ട ഒരു ഇതായിട്ട് പറയാനുള്ളത്. കാരണം ബാക്കി ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1.5-2 മണിക്കൂർ ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇത് വളരെ ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് ടൈം മാനേജ് ചെയ്യാനും കാണാനൊക്കെ അത്യാവശ്യം നല്ല എളുപ്പം തന്നെയാണ്. ആഹ് പിന്നെയുള്ളത് അവരുടെ ചെക്ക് പോയിന്റ്സ്, റിസൾട്ട് ചെക്ക് പോയിന്റ്സ്, പിന്നെ ലൈവ് സെക്ഷൻസ് ഒക്കെ വളരെയധികം ഉപകാരമാണ്. പിന്നെ ടോപ്പിക്സ് തുടങ്ങുമ്പോൾ മാമും സാറൊക്കെ പറയാറുള്ളത് പോലെ തന്നെ ഏറ്റവും ആദ്യം തന്നെ ജാമിന്റെ ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്യാതെ ലോ ലെവലിൽ നിന്ന് ചെയ്തു പോവുക. അപ്പൊ ഇതിനകത്ത് ടെലിഗ്രാമിൽ ഇടുന്ന ക്വിസസ് ഒക്കെ വളരെ ബേസിക് ആയിട്ടുള്ളതാണ്. അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ശരിക്കും ജാമിന് വേണ്ടിയിട്ട് ഒരു 1.5-2 മണിക്കൂർ സമയമാണ് ശരിക്കും ചെലവഴിക്കാറുള്ളത്. പിന്നെ അതിന് മേലെ പോകുന്നത് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് കൂടുതൽ സമയം എടുക്കാറ്. പിന്നീട് ആ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഉപകാരം അതിനകത്ത് കാണാൻ വേണ്ടി കഴിഞ്ഞു. പിന്നെ ക്ലാസ്സും കോളേജും ഇതുകൂടി കൊണ്ടുപോകാന്ന് പറയുന്നത്, പിന്നെ ലാബിന്റെയും പ്രൊജക്റ്റ് ഒക്കെ വന്നു കഴിയുമ്പോൾ അത്യാവശ്യം കഷ്ടം തന്നെയാണ്. പക്ഷെ എന്നാലും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഓക്കെ. കോളേജിൽ നല്ല സപ്പോർട്ടാണ്. എവിടെയാ പഠിച്ചിരുന്നത്? ഏത് യൂണിവേഴ്സിറ്റിയാണ്? എവിടെയാണ് പഠിച്ച കോളേജ്, നാട്? ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. കണ്ണൂരിൽ തന്നെ ഇരിട്ടി എന്ന സ്ഥലത്ത് കീഴൂര്, അവിടെ MG കോളേജ്, മഹാത്മാഗാന്ധി കോളേജിലാണ് പഠിച്ചത്. ഓക്കെ. ഈ ജാമിന്റെ ഒരു, ഇപ്പൊ അറിയാലോ, ഇപ്പൊ +1 +2 കഴിഞ്ഞാൽ നമുക്കൊരു ധാരണ ഉണ്ട്. അല്ലെങ്കിൽ 10th പഠിക്കും. ഇപ്പൊ ചെറിയ കുട്ടികൾ തന്നെ പറയും, നമ്മൾ +2 കഴിഞ്ഞാൽ നീറ്റ് എഴുതും, JEE എഴുതും. അങ്ങനെ ഒരു ഡ്രീമാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷെ നമ്മൾ ഈ ജാം എക്സാമിനെ പറ്റിയിട്ടൊക്കെ അറിയല് വളരെ കുറവാണ്, അല്ലെ? അതായത് ഒരു ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ, ഇങ്ങനെ ഒരു IIT ഇൻസ്റ്റിറ്റ്യൂട്ട്, NITയിലേക്കോ അല്ലെങ്കിൽ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അഡ്മിഷൻ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ, ഇങ്ങനെ എക്സാംസ്, ഇപ്പൊ ജാം, ടിഫർ, ജസ്റ്റ് ഒക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയില്ല.
അപ്പൊ മോൻ എങ്ങനെയാ അത് അറിഞ്ഞത്? ഇതിലേക്ക് എങ്ങനെ എത്തിയത്? ഫസ്റ്റ് ഇയറിൽ അറിഞ്ഞു അതോ ലാസ്റ്റ് ആണോ? എങ്ങനെയാണ്? ഞാൻ ശരിക്കും ഇത് +2 അറിഞ്ഞത്. അതായിരുന്നു എന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഞങ്ങളുടെ കോളേജിലെ മുൻ HOD ആയിട്ടുള്ള ദേവദാസൻ സാറ് ഞാൻ +2 പഠിച്ച സ്കൂളില് അവസാനം ഒരു കരിയർ ഗൈഡൻസിന്റെ ക്ലാസ്സിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഫിസിക്സ് എടുക്കുന്ന സാർ സിജോ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അഭിനവ്, നീ ഒന്ന് പോയെ, നീ ഫിസിക്സ് അല്ലേ എടുക്കുന്നത്, അപ്പം എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും എന്ന് പറഞ്ഞായിരുന്നു എന്നെ വിളിച്ചത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ദേവദാസൻ സാറിനെ പരിചയപ്പെട്ടു. അപ്പോഴാണ് സാറ് പറയുന്നത്, IIT പഠിക്കണമെങ്കിൽ JEE നല്ല ഇതായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു JEE ഞാൻ എഴുതിയിട്ടില്ലായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞു ഓക്കെ, ഇനി ജാം വരുന്നുണ്ട്, അപ്പൊ ഡിഗ്രി കഴിഞ്ഞ തേർഡ് ഇയർ ഒക്കെ ആകുമ്പോൾ, സെക്കൻഡ് ഇയറിൽ എഴുതാൻ പറ്റും, തേർഡ് ഇയർ ആകുമ്പോൾ ആണ് നിങ്ങൾക്ക് എഴുതുന്നത് നല്ലത്. അപ്പോ എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് MSc ക്കുള്ള ഓപ്ഷൻ IIT തന്നെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ അങ്ങനെയാണ് ഞാൻ ഇത് അറിയുന്നത്. സാറ് മുഖേനയാണ് അറിയുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും മോൻ അതൊരു ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ ആകുമ്പോഴേക്കും അറിഞ്ഞിട്ടുണ്ട് സംഭവം അല്ലേ? +2 അതെ അതെ. കഴിയുമ്പോൾ തന്നെ അറിഞ്ഞിട്ടുണ്ട്. അതെ. അപ്പൊ അതിനു വേണ്ടി അപ്പോഴേ സ്റ്റാർട്ട് ചെയ്തോ പ്രിപ്പറേഷൻ? എന്തായാലും ഉറപ്പാണ് ഫസ്റ്റ് ഇയറിലോ സെക്കൻഡ് ഇയറിലോ എക്സാം എഴുതിയിട്ട് കാര്യമില്ല. നമുക്ക് ആ റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും എന്നല്ലാതെ വേറെ ഒന്നുമില്ല. ബട്ട് നമ്മളത് അതെ. പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നോ ഫസ്റ്റ് ഇയറിലെ? ഞാൻ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ശരിക്കും അത്ര നന്നായിട്ടൊന്നും പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല. പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല ശരിക്കും. പക്ഷെ ഇതിനെക്കുറിച്ച് മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു +2 തന്നെ, +2 അവസാനിക്കാറായപ്പോ. അപ്പോ തേർഡ് ഇയർ ആയി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഇന്റൻസീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. തേർഡ് ഇയറിന്റെ പകുതിയൊക്കെ ആയപ്പോ. പിന്നെ ട്രിസ്സി ചേർന്ന് കഴിഞ്ഞപ്പോ അത്യാവശ്യം നല്ലൊരു കോൺഫിഡൻസ് കിട്ടി. കാരണം കൃത്യം സമയത്തിനനുസരിച്ച് ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്തു പോകുന്നുണ്ട്. പിന്നെ റിവൈസ് ചെയ്യാനും നല്ല എളുപ്പമാണ്. ചെറിയ വീഡിയോ കാർഡ് ആയതുകൊണ്ട് നമുക്ക് പിന്നെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. അപ്പോ ട്രിസ്സി ചേർന്ന ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അത്രയും ടോപ്പിക്സ് കവർ ചെയ്ത് കഴിയാനും പറ്റിയത് ആ ഒരു ചെറിയ സമയം കൊണ്ട്. ഓക്കെ. ഇപ്പൊ ജാം എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ ഇപ്പൊ എന്തായാലും മുമ്പ് പറഞ്ഞല്ലോ, അതായത് ഒപ്പം കൊണ്ടുപോയി ഒരു വിധത്തില് എന്ന് പറഞ്ഞല്ലോ. എന്നാൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോബ്ലം സ്കില്ലിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പ്രോബ്ലംസ് ചെയ്യാൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു എക്സാമിലേക്ക് എത്താൻ പറ്റുള്ളൂ. അറിയാലോ, കോൺസെപ്റ്റ് മാത്രമല്ല അവിടെ വേണ്ടത്, ആ സ്പീഡ് വേണം, ആ ലോജിക്കൽ ഐഡിയാസ് വേണ്ടേ? അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്തെടുത്തത്? അത് കോളേജിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്തതാണോ അതോ എങ്ങനെയാണ് അതിന്റെ ഒരു ക്രൈറ്റീരിയ വന്നത്? ആദ്യമൊക്കെ എനിക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ, ഇപ്പൊ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിലൊക്കെ പാർട്ട് സി എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അപ്പൊ അവിടെയാണ് പ്രോബ്ലംസ് വരിക. അപ്പൊ ആദ്യമൊന്നും എനിക്കത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അത് വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്. ആ നേരത്തെ ഒരു എസ്സേ എഴുതി തീർക്കുകയാണെങ്കിൽ അത് കഴിയും. പക്ഷെ എനിക്ക് ആദ്യമൊക്കെ അതുകൊണ്ട് ഞാൻ ആ ഭാഗം അധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പ്രോബ്ലംസ് ആദ്യം സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടാവും, ആ ഇക്വേഷൻസിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ മാത്രമേ ആദ്യം എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ട്രിസ്സി ചേർന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചില പ്രോബ്ലംസ് നമുക്ക് ലോജിക് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആ മെത്തേഡ് എനിക്ക് കിട്ടിയത് ട്രിസ്സി തന്നെയാണ്. മാമും ഫവാസാറും ഒക്കെ സോൾവ് ചെയ്യുന്നത് ചില പ്രോബ്ലംസ് ഒക്കെ ആ രീതിയിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ആ മെത്തേഡ് അതിൽ നിന്ന് കിട്ടിയത്. ഇപ്പൊ എനിക്ക് യൂണിവേഴ്സിറ്റി എക്സാം ആണെങ്കിലും ഞാൻ പാർട്ട് സി വളരെ ധൈര്യത്തോടെ തന്നെയാണ് സോൾവ് ചെയ്യാറുള്ളത്. ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പൊ ഇപ്പോഴത്തെ എക്സാം സെമസ്റ്റർ എക്സാം കഴിഞ്ഞപ്പോ പാർട്ട് സി നന്നായി ചെയ്യാൻ പറ്റിയോ? നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓ, അത് വലിയൊരു അച്ചീവ്മെന്റ് അല്ലേ ഇപ്പോ? അതെ അതെ. ഓക്കെ ഓക്കെ. ഇനി അറിയാലോ, ജാമിന്റെ സിലബസ് എടുക്കുന്ന സമയത്ത് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന അതേ സെയിം സബ്ജക്ട് സിലബസ് തന്നെയാണുള്ളത്. അപ്പൊ 7 സബ്ജക്റ്റ് ആണ് അതിലുള്ളത്. അപ്പൊ എല്ലാവരുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങൾക്കുണ്ടായിരുന്ന ആ പ്രശ്നം എല്ലാം പഠിച്ചു പോകണോ അതോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ടോപ്പിക്സ് പിക്ക് ചെയ്ത് പഠിച്ചാൽ മതിയോ, അങ്ങനെയുള്ള ഡൗട്ടുകൾ ഒരുപാട് ഉണ്ടായിരുന്നില്ലേ? അതെങ്ങനെയാ ഓവർകം ചെയ്തത്? അതായത് മോനിപ്പോ എല്ലാം പഠിച്ചു, 7 സബ്ജക്റ്റും പഠിച്ചിട്ടാണോ പോയത്, അല്ലെങ്കിൽ സെലക്റ്റീവ് ആയിട്ടാണോ പോയത്? ഞാൻ ശരിക്കും ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് എല്ലാം പഠിച്ചു, അതായിരുന്നു എന്റെ ആദ്യത്തെ പേടി. കാരണം എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് കഴിയുമോ ജാം എക്സാം, അങ്ങനെയാണ് ഞാൻ ട്രിസ്സി ചേർന്നത് തന്നെ. അപ്പോ പിന്നെ എനിക്ക് കുറെ ക്ലാസ്സിൽ തന്നെ ഈ ഫവാസാറൊക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ എല്ലാം പഠിച്ചു പോകുന്നവരല്ല, പഠിക്കുന്ന ടോപ്പിക്ക് കൃത്യമായിട്ട് നന്നായിട്ട് തന്നെ പഠിച്ചു പോകുന്നവർക്കാണ് ജാം കിട്ടാൻ സാധ്യത കൂടുതലെന്ന്. അപ്പൊ പിന്നീട് ഞാൻ അങ്ങനെ പഠിക്കുകയാണ് ചെയ്തത്. അപ്പൊ എന്റെ കോറെന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ഫിസിക്സും പിന്നെ മോഡേൺ ഫിസിക്സ്, പിന്നെ കൈനറ്റിക് തിയറി ഉണ്ടായിരുന്നു, പിന്നെ സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ്. അപ്പൊ ഇതാണ് ഞാൻ കോറായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു.
കാരണം അതിൽ നിന്ന് വരുന്ന ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തു അല്ലേ ഈ പേപ്പേഴ്സിനെ? അതെ അതെ, ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെയാണ്. ഓക്കെ. എന്തായാലും അത് പഠിച്ച സമയത്ത് എന്തായാലും PYQs ഒക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ അത് പഠിച്ചിട്ടുണ്ടാവും മേ ബി. PYQs ചെയ്യാതിരുന്നിട്ടുണ്ടാവില്ലല്ലോ. എന്തായാലും ഒരു 10 15 സോൾവ് ചെയ്തിട്ടുണ്ടാവും മേ ബി അല്ലേ? ആ അതിൽ ആ നിന്നും ഇപ്രാവശ്യത്തെ അതെ എക്സാം എന്തായിരുന്നു തോന്നുന്നത്? PYQസും ഇപ്രാവശ്യത്തെ 2025 എക്സാമും. ചില ചില കാര്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്ത് അതേ രീതിയിൽ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ചും കൂടി ഡിഫിക്കൽട്ടി ലെവൽ കൂടുതൽ തന്നെയായിരുന്നു. ഇപ്പൊ MCQ കുറച്ചുകൂടി നന്നായിട്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അതത്ര നന്നായിട്ട് വരില്ല. MSQ പിന്നെ അതിലും കുറച്ചുകൂടി ടഫ് ആയിരുന്നു. നിങ്ങളെ ന്യൂമറിക്കലാണ്? അത്യാവശ്യം നല്ലത്. അതെ അതെ, ന്യൂമറിക്കലാണ് ശരിക്കും രക്ഷിച്ചത്. ഓക്കെ. എന്തായാലും ഇപ്പൊ എഴുതിയല്ലോ, എക്സാം എഴുതിയ സമയത്ത് നെഗറ്റീവ് എങ്ങനെയായിരുന്നു? ഉണ്ടായിരുന്നോ? നെഗറ്റീവ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യത്തെ 2 മാർക്കിന്റെ ഇതില്ലേ, MCQയിൽ തന്നെ 2 മാർക്കിന് അതിനകത്ത് തെറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ റെസ്പോൺസ് ഷീറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ എന്റെ മാർക്കും ഇതും തമ്മിൽ നോക്കിയായിരുന്നു. അപ്പൊ എനിക്ക് ആദ്യം കുറച്ചധികം നെഗറ്റീവ് എനിക്ക് കിട്ടി. അതോടെ ഞാൻ ഡൗൺ ആയി പോയി. പിന്നെ ഞാൻ നോക്കാൻ പോയിട്ടില്ല. പിന്നെ ഞാൻ ടീച്ചറിനോട്, ഞങ്ങളുടെ കോളേജിലെ സന്ധി ടീച്ചർ HOD ആണ്. അപ്പോൾ ടീച്ചറിനോട് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു, എടാ അഭിനവ് അത് പോട്ടെ, നമ്മൾ വരുന്നിടത്ത് വെച്ച് കാണാം, ഇനിയും കുറെ എക്സാംസ് ഉണ്ടല്ലോ. ടീച്ചർ നല്ലപോലെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത്, ടീച്ചർ എപ്പോഴും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അപ്പൊ ടീച്ചർ എന്നോട് ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ ശരിക്കും അത് നോക്കാൻ പോയിട്ടില്ല. അങ്ങനെയാണ്. റിസൾട്ട് വന്നപ്പോഴാണ് പിന്നെ നോക്കിയത്? അതെ അതെ, എനിക്കൊന്നാ നല്ല ടെൻഷൻ ഉള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഞാനപ്പോ അന്ന് അങ്ങനെ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മള് ജാമിന്റെ എക്സാം ക്രാക്ക് ചെയ്യുന്ന സമയത്ത്, ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയം, ലാസ്റ്റ് സമയങ്ങൾ ഓർമ്മ ഉണ്ടോ? റിവിഷൻ ടൈം എന്നൊരു സംഭവം. ആ ആ സമയത്തൊക്കെ ടെൻഷൻ ആ ഉണ്ടായിരുന്നോ? എപ്പോഴെങ്കിലും ഡൗൺ ആയിരുന്നോ സംഭവം? മൈൻഡ് കൊണ്ട് അയ്യോ എന്നെ കൊണ്ട് ഇല്ല, പറ്റുന്നുണ്ടാവോ ഇല്ലെന്നൊക്കെ? ആ സമയത്ത് ചെറിയ രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കോളേജിൽ ചെല്ലുമ്പോൾ സന്ധി ടീച്ചർ നല്ലപോലെ ആസ്വദിപ്പിക്കുമായിരുന്നു. പിന്നെ മാം ഒക്കെ ചില സമയത്ത് ഇങ്ങനെ പറഞ്ഞു തരുമ്പം അത് കുഴപ്പമില്ല, നമുക്ക് വേറെ മുമ്പിൽ കുറെ ചാൻസ് ഉണ്ട്. പിന്നെ അനിൽ സാർ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ സാറാണ്. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ, പിന്നെ ഞങ്ങളുടെ അലുമിനീസ് ഉണ്ട്, ക്രിസ്തു ചേട്ടാ, പ്രണവേട്ട, അങ്ങനെ കുറെ പേരുണ്ട്. മെന്റലി സപ്പോർട്ട് നന്നായി വന്നിട്ടുണ്ട് അല്ലേ? അതെ അതെ അതെ, ഇല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഡൗൺ ആയി പോയേനെ. ശരിയാണ്. കാരണം ഒരു ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം പ്രിപ്പയർ ചെയ്തത് മുഴുവൻ ഇല്ലാതെ ആക്കുന്ന ഒരു പോയിന്റ് ആണത് ഇത്രയും കാലത്തെ. അപ്പൊ ആ എന്തായാലും ആ ഫിസിക്സ് അതെ. ഡിപ്പാർട്ട്മെന്റ് അല്ലെ, കണ്ണൂർ കോളേജ് യൂണിവേഴ്സിറ്റിയിലല്ലേ ഇത് അല്ലെ? MG കോളേജ് അല്ലേ? മഹാത്മാഗാന്ധി ഓക്കെ. MG മഹാത്മാഗാന്ധി കോളേജ്. കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന് ആദ്യം ഒരു ഹാറ്റ്സ് ഓഫ്. താങ്ക് യു. ഓക്കെ ഓക്കെ. ഇനി എന്തായാലും ഇപ്പൊ ആ നമ്മള് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഇനി കൗൺസിലിംഗ് ടൈം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇനി എന്താണ്, ഏത് IIT ആണ്, എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? എനിക്കിനി IIT തന്നെ MSc എടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിപ്പം ഇപ്പൊ കിട്ടാൻ ചാൻസ് ഉള്ള ഹൈദരാബാദ് അല്ലെ ഗാന്ധിനഗർ, ഇൻഡോർ ഒക്കെ പോലെയുള്ള IITs ആണ്. അപ്പോ അതിന് കൊടുക്കണം. ഞാൻ കൊടുത്തിട്ടില്ല, നാളെ അപ്ലൈ ചെയ്യാന്ന് വിചാരിക്കുന്നത്. അപ്പോ അവിടെ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ഒരു ജോബ് തന്നെയാണ് നോക്കുന്നത്. അപ്പൊ ഗേറ്റ് ഒക്കെ എഴുതിയിട്ട് പിന്നെ ONGCയിലൊക്കെ കിട്ടുവാണെങ്കിൽ, അതുപോലെ പിന്നെ ബാർക്കിന്റെ എക്സാംസ് ഒക്കെ നോക്കണം. അതെ അതെ. കാരണം എന്താ വെച്ചാ പിന്നെ നമ്മുടെ ആ, ജോലി എന്നുള്ള രീതിയിൽ മാത്രമല്ലാതെ നോക്കുന്ന സമയം റിസർച്ചിലേക്കൊക്കെ താല്പര്യമുണ്ടോ? ഇല്ല. റിസർച്ചിലേക്ക് താല്പര്യമുണ്ട്. പിന്നെ ഒരു ജോബ്, ഒരു സ്റ്റെബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജോലി ചെയ്തുകൊണ്ട് തന്നെ ഓൺലൈൻ വഴി നമുക്ക് റിസർച്ച് ചെയ്യാം, ഓക്കെ ഓക്കെ. അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അതെ അതെ. ഇനി എന്തായാലും അടുത്ത സ്റ്റെപ്പ് ഇനി ഗേറ്റ് എഴുതി മുമ്പ് പറഞ്ഞ പോലെ ബാർക്കിലേക്കൊക്കെ കിട്ടണമെങ്കിൽ ഒരു 50യുടെ അബോവ്, അതായത് ബിലോ വേണം. 100നും 50നും ഇടയ്ക്ക് നമുക്ക് റാങ്ക് ഉണ്ടെങ്കിലാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഒക്കെ. എന്തായാലും പക്ഷെ ഇതും നല്ല ആ ഇതാണ്, CV-ലേക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ ജാമിന്റെ സ്കോർ ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ നല്ല കാര്യം തന്നെയാണ്. ഓക്കെ. എന്തായാലും ഫ്യൂച്ചർ ആ നല്ലൊരു സെറ്റപ്പ് ആവട്ടെ കേട്ടോ. എന്തായാലും ഞാൻ റിസർച്ച് ചെയ്യട്ടെ. കാരണം ജോബില് റിസർച്ച്, ഫിസിക്സ് നന്നായി പഠിക്കുക, മുമ്പോട്ട് പോവുക. ഓക്കെ. അപ്പൊ ഇനി വരുന്ന കുട്ടികളോട് എന്താ ഓക്കെ. പറയാനുള്ളത്? ഇനി വരുന്ന ബാച്ചിനോട് ഒരു അഡ്വൈസ് പോലെ. നിങ്ങള് പലരും വിചാരിക്കുന്നുണ്ട് ജാം ഒരു ഭയങ്കര വലിയ അഡ്വാൻസ് എക്സാം ആണ്, അതുകൊണ്ട് നമുക്ക് അത് കിട്ടാൻ സാധ്യത ഇല്ല എന്ന് വിചാരിക്കുന്ന കുറെ അധികം ആൾക്കാരുണ്ട്. അപ്പോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടിയില്ലെങ്കിലും, സ്വന്തമായിട്ട് പറ്റുന്നില്ലെങ്കിലും, നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോച്ചിങ്ങിന് ചേർന്ന് കഴിഞ്ഞാൽ
അവരുടെ സപ്പോർട്ട് പിന്നെ മെന്റർഷിപ്പിനെ കുറിച്ച് മറന്നുപോയി. മെന്റേഴ്സ് നല്ല സപ്പോർട്ടാണ്. എപ്പോ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യവും പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. വളരെ സപ്പോർട്ടീവ് ആണ്. അപ്പോ അങ്ങനെ നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും നിങ്ങളുടെ പല സ്കില്ലുകൾ കൂടുകയും ചെയ്യും. പ്രോബ്ലം സ്കിൽ പോലെയുള്ള കാര്യങ്ങൾ. അപ്പോ ഇതൊരിക്കലും കിട്ടാത്ത ഒരു എക്സാം അല്ല. നിങ്ങള് ഇപ്പൊ എനിക്ക് കിട്ടിയെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങൾക്കും കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഉറപ്പായിട്ടും നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുക. തീർച്ചയായിട്ടും കിട്ടുക തന്നെ ചെയ്യും. എന്തായാലും മോനെ നല്ലൊരു കൺഗ്രാറ്റ്സ് പറയണം, അതുപോലെ തന്നെ ഓൾ ദി ബെസ്റ്റും പറയണം. എന്തായാലും ഫ്യൂച്ചർ ഒന്ന് സെറ്റപ്പ് ആയി നല്ലൊരു, ഞാൻ പറയട്ടെ, ഫിസിക്സ് നന്നായി പഠിച്ച് മുമ്പോട്ട് വരിക, അതുപോലെ തന്നെ കരിയർ നല്ല സെറ്റിൽ ആക്കുക. ഓക്കെ, അപ്പൊ അഗൈൻ സി യു. ഓക്കെ, താങ്ക് യു.